ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT സംഘം ഇന്ന് സന്നിധാനത്ത് വിശദ പരിശോധന നടത്തും. ഇന്നലെ രാത്രിയോടെയാണ് SIT സംഘം സന്നിധാനത്ത് എത്തിയത്. ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഷിജോ, ഗുഡ് മോർണിംഗ്. SIT സംഘം ഇന്നലെ രാത്രിയോടെ എത്തി. കോടതി നിർദ്ദേശപ്രകാരമുള്ള പരിശോധന അതെപ്പോൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? പ്രവിത, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം SIT ഹൈക്കോടതിയിൽ ഒരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ ഇടക്കാല റിപ്പോർട്ടിൽ ശബരിമലയിൽ വലിയ തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ള കോടതിയുടെ സംശയം അത് സാധൂകരിക്കുന്നത് തന്നെയാണ് ഹൈക്കോടതിയിൽ SIT സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട്. അപ്പോൾ അതിന് പിന്നാലെ ഈ പറയുന്ന മണ്ഡലകാലം അവസാനിക്കുന്ന മുറയ്ക്ക് ശബരിമല സന്നിധാനത്തെത്തി SIT പരിശോധന നടത്തും, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കും എന്നുള്ള വിവരങ്ങൾ വളരെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ മണ്ഡലകാലം കഴിയുന്ന ഇന്ന് തന്നെ ശബരിമല സന്നിധാനത്തേക്ക് വന്ന് വളരെ വിശദമായിട്ട് പരിശോധന നടത്തി അവിടുത്തെ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് SITക്ക് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ദൌത്യം. ഇന്നലെ രാത്രിയോടുകൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് എത്തിയത്. ഇന്നിപ്പോൾ രാവിലെ 8 മണിക്ക് മുന്നോടിയായിട്ട് മാധ്യമപ്രവർത്തകരടക്കം സന്നിധാനത്ത് നിന്ന് ഇറങ്ങണം എന്നുള്ള ഒരു നിർദ്ദേശം സ്പെഷ്യൽ കമ്മീഷണർ ഇന്നലെ രാത്രിയോടെ തന്നെ നൽകിയിരുന്നു. അതുപ്രകാരം അപ്പോൾ മാധ്യമപ്രവർത്തകരും മറ്റ് ബന്ധപ്പെട്ട ആളുകളും ഇന്നിപ്പോൾ മറ്റാർക്കും തന്നെ സന്നിധാനത്ത് ദർശനത്തിന് അനുമതിയില്ല. സ്വാഭാവികമായിട്ടും SIT സംഘത്തിന് വളരെ വിശദമായിട്ട് വളരെ എളുപ്പത്തിൽ സന്നിധാനത്ത് പരിശോധന നടത്താനും വിവരങ്ങൾ ശേഖരിക്കാനും കഴിയും. ഇതിനകത്ത് സ്വർണ്ണപ്പാളികൾ അളവ് പരിശോധിക്കും. അതായത് സ്വർണ്ണപ്പാളികൾ മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള സംശയങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികളുടെ അളവ് പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്ട്രോങ് റൂമിൽ അടക്കം ഇരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വളരെ വിശദമായിട്ടുള്ള പരിശോധന ഉണ്ടാകും. ഇത് മാറ്റി സ്ഥാപിച്ച ജീവനക്കാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തും. ഇതിനകത്ത് സന്നിധാനത്ത് നിന്ന് ഏതൊക്കെ രീതിയിലുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമോ ആ തെളിവുകളൊക്കെ ഇന്നുകൊണ്ട് തന്നെ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ദൌത്യം. അത് ഇന്ന് തന്നെ അവർ ശേഖരിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം, ഹൈക്കോടതി തന്നെ ഇതിനകത്ത് ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ സംശയങ്ങൾ SIT സംബന്ധിച്ചുകൊണ്ട് ദൂരീകരിക്കേണ്ടത് കൂടിയുണ്ട്. കാരണം VSSCയിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈ അഷ്ടദിക്പാലക വിഗ്രഹങ്ങളൊക്കെ അവിടെ കടത്തിക്കൊണ്ട് പോയ കാര്യങ്ങളിലൊക്കെ ഇനിയും അന്വേഷണം ഉണ്ടാവണം. PS പ്രശാന്ത് പ്രസിഡന്റായിരുന്ന കാലത്തെ കാര്യങ്ങൾ കൂടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നു എന്നുള്ള ഒരു സാധ്യത കൂടി ഇന്നലെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന്റെ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മണ്ഡലകാലം തുടങ്ങിയ സമയം മുതൽ അവസാനിക ഘട്ടം വരെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ സന്നിധാനത്ത് നടന്നിട്ടുണ്ടോ, അതിന് മുമ്പ് ഈ സ്വർണ്ണപ്പാളികൾ 2019 മുതൽ 2025 വരെ ഏതൊക്കെ രീതിയിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട്, സന്നിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ടാണ് SIT സംഘം സന്നിധാനത്ത് എത്തുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയിൽ അത് ഹൈക്കോടതിയുടെ അനുമതി പ്രകാരമാണ്. സ്വാഭാവികമായിട്ടും ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും SIT പരിശോധിക്കും. സ്വർണ്ണപ്പാളികളുടെ അളവെടുക്കും, ജീവനക്കാരുടെ മൊഴിയെടുക്കും. അതാണ് ഏറ്റവും നിർണായകമായത്. 8 മണിയോടുകൂടി മുഴുവൻ ആളുകളും സന്നിധാനത്ത് നിന്ന് താഴേക്ക് ഇറങ്ങണമെന്നുള്ളതാണ് നിർദ്ദേശം. അതിനുശേഷമായിരിക്കും ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന SITയുടെ പരിശോധന സന്നിധാനത്ത് നടക്കുക. പ്രവിത, ശരി. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ SIT ആദ്യമായാണ് ശബരിമലയിൽ ഇത്തരത്തിൽ പരിശോധനയ്ക്കായി എത്തുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ സംഘം ഇന്ന് സന്നിധാനത്ത് വിശദമായ പരിശോധനയ്ക്കാണ് ഒരുങ്ങുന്നത് എന്നുള്ള വിവരമാണ് ഷിജോ കുര്യൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.